الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وذا النون إذ ذهب مغاضبا فظن أن لن يقدر عليه ونادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ രക്ഷയെ ആഗ്രഹിച്ചും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും നന്മയിലൂടെ നല്ല മനുഷ്യരായി മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. ആശങ്ക, ഭയപ്പാട് മനുഷ്യ സമൂഹത്തെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിരൂക്ഷമായ നാശങ്ങളും കുഴപ്പങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരെ അതിൻ്റെ സ്വാധീനം കടന്നു വരികയാണ്. അവശ്യ സാധനങ്ങൾ കിട്ടാതെയാകുന്നു, ക്ഷാമങ്ങൾ തലപൊക്കുന്നു. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ സാമ്പത്തിക സുസ്ഥിതി നിലനിർത്തിയിരുന്ന നമ്മുടെ പല സഹോദരന്മാരും ജോലി ചെയ്യുന്ന മേഖല ഇന്ന് വളരെ ആശങ്കയിലാണ്. ഇങ്ങനെ അസ്വസ്ഥമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സമാധാനവും സ്ഥൈര്യവും ലഭിക്കുന്നത് എങ്ങനെയാണ്? അതാണ് അള്ളാഹുവിനെ കുറിച്ച ഓർമ്മ, അവൻ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന ആത്യന്തികമായ അചഞ്ചലമായ വിശ്വാസം. അതിലാണ് മനുഷ്യഹൃദയത്തിന് സമാധാനമുണ്ടാക്കുന്നത്. ആ വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുകയും മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. ഈ ശാന്തി, ഈ സമാധാനം ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്? അള്ളാഹു നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്ന് പ്രഖ്യാപിച്ചാൽ, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഞാൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചാൽ, ഏത് വലിയവനാണ് എതിരാളിയെങ്കിലും അത് ഒരിക്കലും പിന്നെ നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു താഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂനോടും ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കലേക്ക് പോകണം, കാരണം അവൻ വളരെ അതിക്രമിച്ചിരിക്കുന്നു, പരിധി വിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കർ ഔ യഖ്ഷ,
നിങ്ങൾ വളരെ സൗമ്യമായി അവനോട് സംസാരിക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ആ സൗമ്യ സംസാരം അവന് ചിന്ത ഉണർത്തിയേക്കാം. അവൻ ചിലപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അവൻ്റെ അക്രമം അവസാനിപ്പിച്ചേക്കാം. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും കൂടി പറഞ്ഞു, ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. ഖാലാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ. പടച്ചവനെ, അവൻ ഞങ്ങളോട് അതിക്രമം കാണിക്കുമെന്നും അവൻ അന്യായമായി ഞങ്ങളുടെ നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുമെന്നും ഞങ്ങളെ ഭയപ്പെടുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു വലിയ പോക്കിരിയുടെ അടുക്കൽ, ഒരു സർവനാശകാരിയായ അടുക്കൽ ഞങ്ങളെങ്ങനെ ചെന്ന് സംസാരിക്കും? ഖാലാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ യത്ഗ. ഞങ്ങളുടെ മേൽ അവൻ അതിക്രമം കാണിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വഅറ. ആ രണ്ട് പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമാ അസ്മഉ വഅറ. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നു, കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നു. എൻ്റെ ദൃഷ്ടിയിലും എൻ്റെ അറിവിലും പെടാത്ത ഒരു കാര്യവുമില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഏറ്റവും ശക്തമായ പിന്തുണ ആ രണ്ട് പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും ഒരു വലിയ അള്ളാഹുവിൻ്റെയും മറ്റെല്ലാ വിശ്വാസികളുടെയും ശത്രുവായിട്ടുള്ള ഫറവയുടെ നേരെ ആത്മധൈര്യത്തോടു കൂടി കടന്നു ചെന്ന് ന്യായം പറയാൻ ആ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ പേടിക്കേണ്ട, പോയിക്കോ, ഞാനെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഏതൊരു അസ്വസ്ഥതയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സന്ദർഭത്തിൽ നടന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 40-ാമത്തെ വചനം, വഇല്ലാ തൻസുറൂഹു ഖദ് നസറഹുല്ലാഹ്. നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി വഅയ്യദഹു ബിറൂഹിൻ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വല്ലാഹു അസീസുൻ ഹകീം. ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. അവരുടെ സ്വദേശത്ത് നിന്ന് അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ട് അവരെ മാത്രം ആരാധിക്കുന്ന മുവഹിദുകളായ കാരണത്താൽ അവരുടെ സ്വദേശത്ത് നിന്ന് അവിശ്വാസികളായ ആളുകൾ അവരെ പുറത്താക്കി. അങ്ങനെ അവർ രണ്ടിൽ രണ്ടാമനായി രണ്ടുപേരും ആ ഗാർ ഗുഹയിൽ അകപ്പെട്ടു. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പോൾ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാന്തത ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. കാണാൻ പറ്റാത്ത ഒരു വിധത്തിലുള്ള സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിന്തുണ നൽകി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ. മാത്രമല്ല, അവിശ്വാസികളായ ആൾക്കാരുടെ ആ വചനങ്ങളെ അള്ളാഹു ഏറ്റവും അധമമാക്കി താഴ്ത്തിക്കളയുകയും കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അവൻ്റെ വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലെത്തിക്കുകയും ചെയ്തു. വല്ലാഹു അസീസുൻ ഹകീം. അപ്പോൾ സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റയാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഖുറൈശികളുടെ പട്ടാളക്കാർ നാനാഭാഗത്തും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നേ വരെ അവർക്ക് കിട്ടിയിട്ടില്ലാത്ത അത്രയും വലിയ സമ്മാനങ്ങളാണ് പ്രവാചകനെ പിടിച്ചു കൊടുത്താൽ കിട്ടുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഓരോരുത്തരും അശ്വഭടന്മാർ, കുതിരപ്പടയാളികൾ നാനാഭാഗത്തും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കുതിരകളുടെ കുടമ്പടികൾ, ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കറും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ടുപേരും ആ ഗുഹക്കകത്താണുള്ളത്.
ആ സൗർ ഗുഹയുടെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഈ രണ്ടുപേരും ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാർ, ഞാൻ അന്ന് ആ ഗുഹക്കകത്ത് പ്രവാചകനോടൊപ്പമുണ്ട്. ഫറഅയ്തു ആസാറൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ തെരഞ്ഞു നടക്കുന്ന ആളുകൾ, അവരുടെ അടയാളങ്ങളും ശബ്ദങ്ങളും ഒക്കെ ഞാനിങ്ങനെ ചുറ്റുഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലൗ അന്ന അഹദഹും റഫഅ ഖദമഹു, ആരെങ്കിലും ഒരാൾ തൻ്റെ കാലുയർത്തി ഒന്ന് നോക്കിയാൽ, റആന, നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ അവർ കണ്ടെത്തും. അപ്പം പേടിച്ച് ഈ കാര്യം പറയുന്ന അബൂബക്കറിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, രണ്ടുപേരാണ് ഈ ഗുഹയിലുള്ളത്, ഞാനും നീയും. അല്ലാഹു സാലിസുഹുമാ, മൂന്നാമത്തവനായി അള്ളാഹു ഉണ്ട്, പിന്നെ ആരെയാണ് നീ ഭയപ്പെടുന്നത്? അതാണ് വിശുദ്ധ ഖുർആനിൽ അതേ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആശയത്തിൽ ആയത്തിറക്കിയത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അതാണ് സംഭവിച്ചതും. അവർക്ക് പ്രവാചകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ നിരാശരായി മടങ്ങി. ധാരാളക്കണക്കിന് ആളുകൾ നാനാഭാഗത്തും തെരഞ്ഞു നടന്നിട്ടും പ്രവാചകനെ പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. നേരെ മറിച്ച് പ്രവാചകൻ യാത്ര തുടർന്നു. അങ്ങനെ മദീനയിലേക്ക് അവർ രണ്ടുപേരും എത്തിപ്പെടുകയുണ്ടായി. വഴികളിൽ പല തടസ്സങ്ങളും ഉണ്ടായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവരെ രക്ഷിച്ച് സഹായിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും വലിയ ശത്രുവിൻ്റെ മുമ്പിൽ പോലും അള്ളാഹു ഉണ്ട് എന്ന ഒറ്റ ആ വിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കാതിരിക്കുകയില്ല. അതാണ് വിശ്വാസികളുടെ കൈമുതൽ എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ വിഗ്രഹങ്ങളൊക്കെ തകർത്ത് അത് ഇബ്രാഹിമാണെന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹത്തെ അവർ പിടിച്ചുകൊണ്ടുവന്നു, ചോദ്യം ചെയ്തു. അദ്ദേഹം പല നിലക്കും അവരോട് തർക്കിച്ചു. അവസാനം അവർ പറഞ്ഞു, ഹർരികൂഹു വൻസുറു ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ, ആ ഇബ്രാഹിമിനെ നിങ്ങൾ തീയിലിട്ട് കരിച്ചു കളയുക, എന്നേക്കുമായി അവൻ്റെ ഉപദ്രവം നിങ്ങൾ അവസാനിപ്പിക്കുക. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, സൂറത്തുൽ അംബിയ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോൾ നമ്മൾ ആ തീയിനോട് കൽപ്പിച്ചു, യാ നാറു, അല്ലയോ അഗ്നികുണ്ടാരമേ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് സമാധാനവും ശാന്തിയുമാവുക. സാധാരണ തീ കരിച്ചു കളയുന്നതാണ്, പക്ഷേ ഇവിടെ തീ ഇബ്രാഹിം നബിയുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ അത് തണുപ്പായി മാറി. അപ്പം അങ്ങനെയുള്ള അത്ഭുതകരമായ സഹായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് നൽകും. അതേ പ്രകാരം തന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാഹിബുൻ നൂൻ, ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുവാദം വേണം ഒരു പ്രവാചകൻ ഏൽപ്പിക്കപ്പെട്ട രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ധാരാളമായി താൻ ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും തൻ്റെ ഉപദേശങ്ങൾ കേൾക്കാത്ത ഒരു ജനതയോട് ദേഷ്യം പിടിച്ച് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോവുകയാണ്. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. അപ്പോൾ അദ്ദേഹം വലിയ പരീക്ഷണത്തിലകപ്പെട്ടു. കപ്പലിൽ കയറി, കപ്പലിന് ഭാരം കൂടിയപ്പോൾ കപ്പലിൽ യാത്രക്കാരായ ആളുകളിൽ ആരെങ്കിലും ഒരാളെ പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരാളെ കളയണം. അതിനവർ നെറുക്കിട്ടപ്പോൾ ആ നെറുക്ക് വീണത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനാണ്. അദ്ദേഹത്തെ പിടിച്ചവർ കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിൻ്റെ അന്ധകാരത്തിൽ വെച്ച് വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ യഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ദന്നൂൻ, ആ മത്സ്യത്തിൻ്റെ ആള് അഥവാ യൂനുസ് നബി അലൈഹി സ്വലാം, ഇദ് ദഹബ മുഗാളിബൻ, ആ ജനങ്ങളോട് ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ നാട് വിട്ടു. വളന്ന അല്ലൻ യഖ്ദിറ അലൈഹി, ആർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം വിചാരിച്ചതുപോലെയുണ്ട്. വനാദാ ഫിൽ ളുലുമാത്, അങ്ങനെ ആ മത്സ്യത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, ആ വയറ്റിൽ നിന്ന്, വനാദാ ഫിൽ ളുലുമാത്, ആ അന്ധകാരത്തിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീ അല്ലാതെ വേറൊരു ആരാധ്യനില്ല. ഞാനിവിടെ ആകെപ്പാട് അപകടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തന്ന്, എൻ്റെ അബദ്ധങ്ങളും അപരാധങ്ങളും നീ എനിക്ക് ക്ഷമിച്ചു തന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി കദാലിക നുൻജിൽ മുഅ്മിനീൻ.
ഫസ്തജബ്നാ ലഹു, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിച്ച യൂനുസ് നബിക്ക് അള്ളാഹു ഉത്തരം ചെയ്തു. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി, അദ്ദേഹത്തിൻ്റെ ആ മനോദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ചു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, കദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് വിശ്വാസികളായ ആളുകളെ അള്ളാഹു സഹായിക്കുക. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉദാഹരണങ്ങളായി പറഞ്ഞത്. അള്ളാഹു അവനോട് നമ്മൾ അവനെ അവലംബിക്കുകയും അവനിൽ തവക്കുൽ ചെയ്യുകയും അവനോട് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ നിർവഹിക്കുകയും ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പക്ഷം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനും അവൻ്റെ സംരക്ഷണം കിട്ടാനും ചില കാര്യങ്ങൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ആ മതത്തെ മുറുകെ പിടിക്കുക, മതത്തെ വലിച്ചെറിയരുത്. അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ജീവിതത്തിൽ അള്ളാഹു നിർബന്ധമായും ചെയ്യണമെന്ന കാര്യങ്ങൾ, അത് ഒരു ഉപേക്ഷയും കൂടാതെ നമ്മൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ സാധിക്കുന്ന ഐച്ഛികമായ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിർവഹിക്കണം. അതുകൊണ്ടാണ് അത് നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്കുണ്ടാകും. വഖാലല്ലാഹു ഇന്നി മഅക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്ത് മാഇദ അതിൻ്റെ 12-ാമത്തെ ആയത്ത്. വഖാലല്ലാഹു ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ് സ്വലാത്ത വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നിർവഹിക്കുകയും എൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വഅസ്സർതുമൂഹും, അവരെ പിന്തുണക്കുക. പ്രവാചകന്മാരെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആശയം സ്വീകരിക്കുക, അവർ പ്രബോധനം ചെയ്തതുപോലെ ആശയത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ വഅഖറതുമുല്ലാഹ ഖർദൻ ഹസന, പടച്ചവന് നിങ്ങൾ നല്ല കടം കൊടുത്താൽ, എന്താണ് അള്ളാഹിന് കടം കൊടുക്കാറ്? സൽക്കർമ്മങ്ങളും സാലിഹായ അമലുകളും ധാരാളമായി ചെയ്ത് നിങ്ങൾക്ക് അള്ളാഹു ധാരാളമായി പ്രതിഫലം തരാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ പ്രതിഫലത്തിൻ്റെ നിക്ഷേപം കൂട്ടുക. അങ്ങനെ നിങ്ങൾ കൂട്ടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാല അല്ലാഹു ഇന്നി മഅക്കും, നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും, തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകും. എന്ത്? ലഇൻ അഖംതുമുസ് സ്വലാത്ത വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി വഅസ്സർതുമുഹും വഅഖറതുമുല്ലാഹ ഖർദൻ ഹസന. ഈ കാര്യങ്ങളൊക്കെ വേണം. നമസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കണം, അവരെ ശക്തിപ്പെടുത്തണം, അതുപോലെ അള്ളാഹുവിന് കടം കൊടുക്കണം. കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അതാണ് അതിനർത്ഥം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമെന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ ആ കർമ്മങ്ങൾ നിക്ഷേപിക്കുക. ഇതാണ് സൂറത്ത് മാഇദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖാല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസാണിത്. മൻ ആദാലി വലിയൻ ഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ ഒരു വലിയനെ, എൻ്റെ ഒരു മിത്രത്തെ, അള്ളാഹുവിൻ്റെ എല്ലാ സഹായങ്ങളും ലഭിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അതാണ് വലിയുല്ലാ. അള്ളാഹിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുന്ന ആളല്ല വലിയ. നേരെ മറിച്ച് പൂർണ്ണമായ തഖ്വയോടുകൂടി, പൂർണ്ണമായ സൂക്ഷ്മതയോടുകൂടി, പൂർണ്ണമായ മതനിഷ്ഠകൾ പാലിച്ച് അങ്ങനെ തഖ്വയുടെ പാരമ്യതയിലുള്ള ഒരു നല്ല സാലിഹായ മനുഷ്യൻ, അയാൾ അള്ളാഹിൻ്റെ വലിയാണ്. അങ്ങനെയുള്ള എൻ്റെ ഒരു വലിയനോട് ആരെങ്കിലും അക്രമം കാണിച്ചാൽ വഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കും. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ അഫ്തറതു അലൈഹി, എന്നോട് അടുക്കുവാൻ ഒരടിമ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അവൻ്റെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. ഇപ്പോൾ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, അത് നിർബന്ധമാക്കിയ കാര്യമാണ്, നമ്മൾ ചെയ്യുന്നു. നമസ്കാരം, ഈ ജുമുഅ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതാണ്, നമ്മൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അല്ലാഹു നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യലാണ് എൻ്റെ അടുക്കൽ അവൻ ഏറ്റവും അടുപ്പമുള്ളവനായി തീരാനുള്ള മാർഗം. അങ്ങനെ ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമേ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അവൻ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് അത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദാ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലദീ യുബ്തിഷു ബിഹി, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വഇൻ സഅലനീ ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിക്കേണ്ട താമസം ഞാൻ അവന് കൊടുക്കും. വലൈൻ ഇസ്തആദനീ ലഉഇദന്നഹു, എന്നോട് അവൻ രക്ഷ തേടിയാൽ
ഞാൻ അവന് രക്ഷാമാർഗം തുറന്നു കൊടുക്കും. സഹോദരന്മാരെ, മറ്റു വഴികളൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അടുക്കാനും അവൻ്റെ ഇഷ്ടം സമ്പാദിക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പടച്ചവൻ്റെ സഹായം വന്നെത്താനും ഏകമാർഗം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണം, പുറമേ ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുക്കണം. അടുത്താൽ പിന്നെ ആ അടിമ അള്ളാഹു കേൾക്കാൻ അനുവദിച്ചതല്ലാതെ കേൾക്കില്ല, അള്ളാഹു കാണാൻ അനുവദിച്ചതല്ലാതെ കാണില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടതല്ലാതെ അവൻ പ്രവർത്തിക്കില്ല. ഇങ്ങനെയുള്ള നന്മയിൽ അവൻ മുന്നേറും, തിന്മകളിൽ നിന്ന് അവൻ മാറി നിൽക്കും. ഇങ്ങനെയുള്ളൊരു അടിമക്ക് ആരെങ്കിലും ആ അടിമയോട് വല്ല നിലക്കും ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ അവൻ്റെ മേൽ കയ്യേറ്റം ചെയ്യാനോ ചെയ്താൽ ഹാദൻ തുഹുബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പടച്ചവൻ പറയുന്ന ഒരു ഹദീസ്, ഖുദ്സി ഹദീസാണ്. സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള രഹസ്യമായും പരസ്യമായുമുള്ളത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് തഖ്വ നമ്മൾ പാലിക്കണം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു. വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു. അപ്പോൾ ആ നന്മ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവന് അള്ളാഹുവിന് സഹായം ഉണ്ടായിരിക്കും. ഇതിനെല്ലാം പുറമെ സബർ, ക്ഷമ നല്ലൊരായുധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ അവലംബിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും അവൻ്റെ സംരക്ഷണവും ലഭിക്കണമെങ്കിൽ നാം ക്ഷമ അവലംബിക്കണം. ഇസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ, സൂറത്തുൽ അംഫാൽ. നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ അവലംബിക്കുന്നവരോടൊപ്പമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. ശരീരത്തിന് തല എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് വിശ്വാസം പൂർത്തിയാക്കാൻ ക്ഷമ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എത്ര ക്ഷമ ഉണ്ടോ അതിനനുസരിച്ചാണ് അവൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത് എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുമ്പോഴും അതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതി ക്ഷമ അവലംബിക്കുവാനും അള്ളാഹുവിൻ്റെ അജിർ, പ്രതിഫലം ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണം. അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ സഹായം ഏത് സമയത്തും നമുക്ക് വന്നെത്താൻ നമുക്ക് അള്ളാഹിനെ അങ്ങോട്ട് ഓർമ്മയുണ്ടാകും. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. ഏത് സമയങ്ങളിലും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച വിചാരം ഉണ്ടായിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്ന ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഇൻദ ലന്നി അബ്ദി, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഞാൻ. അള്ളാഹ് എന്നെ നോക്കൂല. ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ സഹായമൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയാണ് എന്ന് പറഞ്ഞാൽ അന്നേരം സഹായം ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹ് എന്നെ കൈവിടില്ല, അള്ളാഹു എന്നെ സഹായിക്കാതിരിക്കില്ല. എല്ലാ വിഷമങ്ങളിലും എനിക്ക് അള്ളാഹുവിൻ്റെ കൈയും സഹായവും എനിക്ക് ലഭിക്കാതിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം. അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ പെരുമാറ്റം ഉണ്ടാവുക. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഫൈൻ ദക്കറനി ഫീ നഫ്സിഹി, ആരും പുറമെ ആരുമില്ല, അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ ഓർത്തു. ദക്കർതു ഫീ നഫ്സി, ഇങ്ങനെ സ്വകാര്യമായ നിമിഷങ്ങളിൽ അവനെ ഞാനും ഓർക്കും. വൈൻ ദക്കറനി ഫീ മലയിൻ, ഒരു വലിയ ജനക്കൂട്ടത്തിലാണ് എന്നെക്കുറിച്ച് അവൻ പരാമർശിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദക്കർതുഹു ഫീ മലയിൻ ഖൈറിൻ മിൻഹും, ആ ഒരു വലിയ സമൂഹത്തോട് എന്നെക്കുറിച്ച് അവൻ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സമൂഹത്തോട് ഇവനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ വൈൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ, അവൻ ഒരു ചാണ്
എന്നോടടുത്താൽ ഞാൻ ഒരു മുഴം അവനോട് അങ്ങോട്ടെടുക്കും. അതായത് നമ്മളെക്കാൾ വേഗത അള്ളാഹുവിന് നമ്മോട് അടുക്കാൻ, അള്ളാഹുവിന് സ്നേഹവും കാരുണ്യവും നമ്മളെക്കാൾ ശീഘ്രമായി നമ്മുടെ അടുക്കൽ വന്നെത്തിച്ചേരും. ഒരു ചാൺ എന്നോട് അടുക്കാൻ അവന് ഉത്സാഹം കാണിച്ചാൽ ഒരു മുഴം ഞാൻ അവനോട് അടുക്കും. വൈൻ തഖറബ ഇലൈഹി ദിറാഅൻ, ഒരു മുഴം അവൻ എന്നോടടുത്താൽ തഖറബ്തു ഇലൈഹി ബാഅൻ, ഞാൻ ഒരു മാറ് അവനോടടുക്കും. ഫഇൻ അതാനി യംശി അതൈതുഹു ഹർവല, അവൻ എൻ്റെ അടുക്കലേക്ക് നടന്നുകൊണ്ട് വരുന്നവനാണെങ്കിൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഓടിക്കൊണ്ട് ചെല്ലും. ഇപ്പോൾ സഹോദരന്മാർ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇത്രമാത്രം നമ്മുടെ അങ്ങോട്ടുള്ള അടുപ്പത്തെയും ആരാധനകളെയും അവനെക്കുറിച്ചുള്ള ദിക്റുകളെയും അവനെ ഓർക്കുന്നതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മ വേണം എല്ലാ സന്ദർഭങ്ങളിലും എന്ന് മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരിക്കൽ നബിയോടൊപ്പം പിന്നാലെ നടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, അല്ലയോ കുട്ടി. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, വളരെ പ്രായം കുറഞ്ഞ ആളാണ് ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്താ പറഞ്ഞത്? യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സൂക്ഷിക്കും, നിന്നെ കാക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തിജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തിജാഹക്, നിനക്ക് എപ്പോഴാണ് അവൻ ആവശ്യമുള്ളത് അവിടെ അള്ളാഹു നിൻ്റെ അടുക്കൽ ഉണ്ടാവും. എപ്പോഴാണോ നീ അള്ളാഹുവിന് ആവശ്യമുള്ളത് തജിദുഹു തിജാഹക്. അതിൻ്റെ ഒരു ദീർഘമായ ഹദീസാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ അവലംബമാക്കുകയും ചെയ്ത ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു നന്നാക്കി തീർക്കും. പര്യവസാനം അവർക്ക് ഗുണകരമായിരിക്കും. ഒരുപാട് പ്രക്ഷുബ്ധമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അവസാന നിമിഷത്തിൽ അവന് ഏറ്റവും അനുകൂലമായി തീരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തിൽക ദാറുൽ ആഖിറ, ആ പരലോകമാകുന്ന വീട്, എല്ലാ വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള ആ സുഖവാസ കേന്ദ്രം എന്ന് പറയുന്നത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ പൊങ്ങച്ചവും ഔന്നിത്യവും ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഞാൻ നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം ഏറ്റവും നന്നായി തീരുക മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. അവരുടെ അവസാനം അവർക്ക് എല്ലാം കൊണ്ടും മെച്ചമായിരിക്കും. മരണപ്പെട്ട് ചെന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ സ്വീകാര്യനുമായിരിക്കും. സഹോദരന്മാരെ, അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. അതുപോലെ തന്നെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സകാത്തുൽ ഫിത്റിനെ കുറിച്ച്. അത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ഷഈരിൻ, അതായത് കാരക്കയോ അതല്ലെങ്കിൽ ഗോതമ്പിൽ നിന്നോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നോ ഒരു സായ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോമ്പുകാരായ ആളുകൾക്കെല്ലാം, അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് സകാത്തുൽ ഫിത്ർ കൊടുക്കണം. അത് നേരത്തെ കൊടുക്കുന്നതിന് വിരോധമില്ലാതെ അനുവദനീയമാണ്. പക്ഷേ നമസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് വിതരണം ചെയ്തിരിക്കണം. അതാണ് അതിന് ഏറ്റവും അവസാനത്തമായ സമയപരിധി. അതുകൊണ്ട് സഹോദരന്മാരെ, തുഹറത്തല്ലി സായിം തുഅമത്തല്ലിൽ മുസാഖീൻ, നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ആ നോമ്പിൽ സംഭവിച്ച സ്ഖലിതങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ അത് പരിഹരിക്കാനുള്ളൊരു മാർഗമാണ് സക്കാത്തുൽ ഫിത്ർ. അതുപോലെ തന്നെ അന്ന് എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അന്ന് തൻ്റെ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ച് വിഷമിക്കേണ്ട ഒരാവശ്യം മിസ്കീന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തുഅമത്തല്ലിൽ മുസാഖീൻ, അവർക്കന്ന് ഭക്ഷണമാണ്, മിസ്കീന്മാർക്കുള്ള ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ നോമ്പ് നോറ്റവന് ശുദ്ധീകരണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് സക്കാത്തുൽ ഫിത്ർ. അതുകൊണ്ട് ഈ ശവ്വാൽ മാസപ്പിറവി അറിയിക്കുമ്പോൾ നമ്മുടെ മേൽ നിർബന്ധമായി തീരുന്ന ഈ സക്കാത്തുൽ ഫിത്ർ എല്ലാവരും നിർവഹിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെയും മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെവിടെയെല്ലാം വിശ്വാസികളുണ്ടോ ആ വിശ്വാസികൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد